السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال فبما أغويتني لأقعدن لهم صراطك المستقيم. വിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് മഹത്വമേറിയ ജുമുഅ ദിവസം അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മെല്ലാം ഒരുമിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെല്ലാം ഒരുമിപ്പിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സ്വർഗ്ഗമരുതമായ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വന്നുപോയ പാപങ്ങളും അള്ളാഹുവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മയും ലോക മുസ്ലിമീങ്ങളെ മുഴുവനും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽപ്പെട്ട രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ അയ്യാമു തശ്രീഖാണ്, തക്ബീറിന്റെ ദിവസങ്ങളെന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ പറയുന്ന പേരാണ് അയ്യാമു തശ്രീഖ്. അയ്യാമു തശ്രീഖിന്റെ പ്രത്യേകത അയ്യാമു അഖിലിൻ വശുറുബിൻ വദിക്രില്ലാഹി അസ്സ വജൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളാണ്. അയ്യാമു തശ്രീഖിന്റെ പ്രത്യേകത അത് അയ്യാമു അഖിലിൻ വശുറുബ്, ഭക്ഷണം കഴിച്ച് റാഹത്തായി വെള്ളമൊക്കെ കുടിച്ച് കഴിയേണ്ട ദിവസങ്ങളാണ്. വദിക്രില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കേണ്ട, ദിക്ർ ചൊല്ലേണ്ട ദിവസങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല. രണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ് എന്നതുപോലെ ബലിപെരുന്നാളിനോട് തുടർന്ന് ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിലും നോമ്പെടുക്കാൻ പാടില്ല, ഹറാമാണ്. നോമ്പ് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്, അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് അത് ചെയ്യുമ്പോഴാണ് അതിന് പ്രതിഫലം. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ ഭക്ഷണം കഴിച്ച് റാഹത്തായി സന്തോഷത്തോടു കൂടി ദിക്ർ ചെല്ലേണ്ട ദിനങ്ങളാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധമായ ഹജ്ജിന് പോയ ഹാജിമാർ മിനയിലായിരിക്കും. മിനയിൽ അവർ തമ്പടിച്ചിട്ട് 3 ജംറകളിൽ അവർ എറിയും. 3 ജംറകൾ. എന്താണ് 3 ജംറ? അത് പിശാചിന്റെ പ്രതീകാത്മകമായ സ്തൂപങ്ങളാണ്. അഥവാ ആ സ്തൂപങ്ങളിൽ നോക്കിയാണ് ഓരോ ഹാജിമാരും ഒരു ദിവസം 7 എറിയൽ വീതം മുസ്ദലിഫയിൽ നിന്ന് കല്ലെടുത്ത് സൂക്ഷിച്ചത്. ഈ 3 ദിവസവും, ഒന്നാമത്തെ ദിവസം നമ്മൾ ദുൽഹജ്ജ് 10-ന് ഒരു ജംറയിലാണ് എറിയ, ജംറത്തുൽ അഖബയിൽ. പിന്നെ 3 ദിവസങ്ങളിലും ഈ 3 സ്തൂപങ്ങളിലേക്കും എറിയും. അത് പ്രതീകാത്മകമായി പിശാചിനെ എറിയുന്നതാണ്. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശറഅക്കിയത് 4000 വർഷങ്ങൾക്ക് മുമ്പ് മിനാ താഴ്വരയിൽ നടന്നൊരു സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്തൂപത്തിലേക്ക് കല്ലെറിയുന്നതിന്റെ ആ ഇബാദത്തിന്റെ ലോജിക്ക് എന്തായിരിക്കും? അതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ ഒരു വിശ്വാസി എന്നും ഓർമ്മിക്കണം. ആ ചരിത്രം എന്നും ജീവിതത്തിൽ അവൻ അനുസ്മരിച്ചുകൊണ്ട് അതിൽ നിന്ന് വലിയ ഗുണപാഠം സിദ്ധിക്കണം. എന്താണ് ആ ചരിത്രം? ജംറകൾ എറിയുമ്പോൾ ഹാജിമാർ, അല്ലാഹു തആല നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ജംറകളൊക്കെ എറിഞ്ഞോ? ഉടനെ എറിയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എല്ലാവർക്കും, അല്ലെ? തടസ്സങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തരട്ടെ.
അതിൽപ്പെട്ട വലിയൊരു തടസ്സമാണ് ഈ തടസ്സം. ആ തടസ്സത്തെയാണ് പിശാച് എറിഞ്ഞോട്ടിച്ചത്. ആ തടസ്സത്തെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എറിഞ്ഞോട്ടിച്ചത്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്ന ദർശനത്തിലൂടെയാണ് വഹി നൽകിയത് പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെ ബലി കൊടുക്കുവാൻ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നല്ല രണ്ടല്ല 3 ദിവസം ആ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് ദുൽഹജ്ജ് 8-നും 9-നും 10-നും കണ്ടു. ആ ദുൽഹജ്ജ് 10-ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വഹിയിലൂടെ അറിയിച്ച നിർദ്ദേശം നടപ്പിലാക്കുവാൻ മിനാ താഴ്വരയിലേക്ക് ഒരു കൈയിൽ പ്രിയപ്പെട്ട പൊന്നോമന പുത്രൻ ഇസ്മായിലും മറുകൈയിൽ കത്തിയുമായി നടന്നു പോകുമ്പോൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ശപിക്കപ്പെട്ട പിശാച്. എന്നിട്ട് പറയുന്ന ഇബ്രാഹിമേ, അബദ്ധമൊന്നും കാണിക്കരുത്. നീ കാത്തിരുന്ന് നിന്റെ പ്രായാധിക്യത്തിൽ ജീവിതത്തിന്റെ അസ്തമയ നേരത്ത് നിനക്ക് കിട്ടിയ പൊന്നുമോനെ ഒരു പേക്കിനാവിന്റെ പേരിൽ നീ അറുത്ത് കളയരുത്. നീ കണ്ട സ്വപ്നം ശരിയല്ല, അത് അള്ളാഹു അങ്ങനെ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. 3 ദിവസം ആവർത്തിച്ച് കണ്ട സ്വപ്നത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇത് അള്ളാഹുവിന്റെ വഹി തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് മകനെ കൊണ്ടുപോകുമ്പോൾ ഈ പിശാചിന്റെ ഈ പിന്തിരിപ്പൻ വാക്കുകൾ കേട്ടിട്ട് ഒരു കല്ലെടുത്തിട്ട് പിശാചിനെ എറിയുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവൻ ഭൂമിയിലേക്ക് താഴ്ന്നു പോയെന്നാണ്. വീണ്ടും മുന്നിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകനെയും പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടക്കുമ്പോൾ പിറകെ വന്നുകൊണ്ട് പിശാച് പറയുന്നു, ഇബ്രാഹിമേ, അരുത് കേട്ടോ, അരുത്. നിന്റെ പ്രിയപ്പെട്ട മകനെ ബലി കൊടുക്കുവാൻ നിന്റെ രക്ഷിതാവ് നിന്നോട് കൽപ്പിക്കില്ല. അഥവാ പറഞ്ഞാലും നിന്റെ മകനെ എങ്ങനെയാണ് നിന്റെ കൈ കൊണ്ട് അറുക്കുന്നത്? ഇബ്രാഹിമേ, നീ ഇതിൽ നിന്ന് പിന്മാറണം. ഇബ്രാഹിം അലൈഹിസ്സലാം അടുത്ത കല്ലും എടുത്തുകൊണ്ട് അവന് നേരെ എറിയുകയാണ്. അതാണ് ജംറത്തു സാനിയ, 2ാമത്തെ ഇടം. 3ാമതും അവൻ അതോട് ഭൂമിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. വീണ്ടും നിന്റെ പ്രിയപ്പെട്ട മകനെയും പിടിച്ചുകൊണ്ട് മിനാ താഴ്വരയിലൂടെ നടക്കുന്ന നേരത്ത് വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് പിശാച് പറയുന്നു, ഇബ്രാഹിമേ, നീ എന്നെ കല്ലെറിഞ്ഞോ, കുഴപ്പമില്ല. നിന്റെ കല്ലെറിയിൽ കൊണ്ടിട്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നിന്റെ മകനെ നീ അറുക്കരുത്. അള്ളാഹുവിന് വേണ്ടി ഇത്രയും വലിയ അർപ്പണം നീ ചെയ്യേണ്ട ആവശ്യമില്ല. 3ാമതും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിശാചിനെ കല്ലെടുത്തെറിഞ്ഞു. ആ 3ാമത്തെ പ്രാവശ്യം പിന്നെ അവൻ ഇബ്രാഹിം നബിയെ പിന്തിരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ചരിത്രം നമുക്കറിയാം. പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട്. ഹാജിമാര് മാത്രമല്ല കല്ലെറിയേണ്ടത്, അല്ലെങ്കിൽ ഹാജിമാര് ദുൽഹജ്ജിന്റെ 10-നും 11-നും 12-നും 13-നും മാത്രം കല്ലെറിയേണ്ടതല്ല. ഓരോ വിശ്വാസിയും എപ്പോഴും മാനസികമായി പിശാചിനെ കല്ലെറിഞ്ഞുകൊണ്ടേ ഇരിക്കണം. കാരണം എന്തുകൊണ്ട്? പിശാചിന്റെ ഏറ്റവും വലിയ ജോലി നമ്മളെ സ്വർഗത്തിൽ നിന്ന് അകറ്റലാണ്. കാരണം എന്താ? മനുഷ്യനോട് ഇത്രത്തോളം പകയാണ് പിശാചിന്. മനുഷ്യന്റെ ഏറ്റവും വലിയ ആജന്മ ശത്രുവാണ് ഈ പിശാച്. ഖുർആൻ പറഞ്ഞതാണ്, ഇന്ന ശൈത്വാന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവനെ ശത്രുവായി കാണണേ, അവനെ നിങ്ങൾ മിത്രമായി കാണരുതേ. ഒരിക്കലും ഒരു വിശ്വാസിക്ക് പിശാചിനെ മിത്രമായി കാണാൻ കഴിയില്ല. കാരണം അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. നിങ്ങളുടെ ശത്രു നിങ്ങൾ കാണുന്ന മനുഷ്യനല്ല, നിങ്ങൾ കാണാത്ത പിശാചാണ്. എന്തുകൊണ്ട് ഇത്രയും വലിയ പക മനുഷ്യനോട് പിശാചുണ്ടായി? ആ പിശാച് സുഖലോക സ്വർഗത്തിൽ വസിക്കുകയായിരുന്നു. സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുകയായിരുന്നു. സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും അനുഭൂതികളും ആസ്വദിച്ച് ജീവിച്ച പിശാചിനെ അവരുടെയൊക്കെ നേതാവ് ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താകാൻ കാരണം ആദം നബി അലൈഹിസ്സലാമാണ്. അല്ലെ? ആദം നബി അലൈഹിസ്സലാം കാരണമായിട്ടാണ് ഇവൻ പുറത്തിറങ്ങിയത്, പുറത്താകേണ്ടി വന്നത്. കാരണം സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തില്ല. അല്ലാഹു തആല പറഞ്ഞു, എന്റെ കൽപ്പന അനുസരിക്കാത്തവൻ ഇവിടെ നിൽക്കേണ്ട, പുറത്തിറങ്ങാൻ. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാരണമായിട്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറത്താകേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ ആദമിനെയും മക്കളെയും ഞാൻ സ്വർഗത്തിൽ കിടത്തുകയില്ല എന്ന് ശപഥം ചെയ്തു പിശാച്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ദുനിയാവിൽ വന്നിട്ട് അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്യുന്നുണ്ട് പിശാച്. എന്താണ് ദുആ? അല്ലാഹുവേ, നീ എന്നെ ഖിയാമത്ത് നാൾ വരെ ഈ ദുനിയാവിൽ ജീവിപ്പിക്കണേ. ദുആയാണ്. ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. ചിലപ്പോൾ ശൈത്താന്റെ ദുആയും അല്ലാഹു
സ്വീകരിക്കുക. പിന്നെ നമ്മൾ ദുആ എന്തുകൊണ്ട് സ്വീകരിക്കൂല? നമ്മൾ അങ്ങനെ നോക്കണ്ട. ശൈത്താന്റെ ദുആ വരെ അല്ലാഹു തആല സ്വീകരിച്ചു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, അതെ, എന്നാൽ നിന്നെ ഖിയാമത്ത് നാൾ വരെ ദുനിയാവിൽ ഞാൻ നിന്നെ വിട്ടിരിക്കുന്നു. അപ്പൊ ശൈത്താൻ പറഞ്ഞു, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. അല്ലാഹുവേ, നീ എന്നെ സ്വർഗ്ഗത്തിന്റെ വാതിൽ എന്റെ മുന്നിൽ നിന്ന് അടച്ചതുപോലെ, സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ, ഇനി ഞാൻ നിന്നിലേക്ക് കടന്നു വരുന്ന വിശ്വാസികളുടെ സന്മാർഗത്തിൽ ഞാൻ കുത്തിയിരിക്കും. എന്നിട്ട് അവരെ മുഴുവനും നിന്റെ മാർഗത്തിൽ നിന്ന് ഞാൻ തെറ്റിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ചെന്ന് നിന്റെ മാർഗത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്താൻ ഞാൻ എല്ലാ പദ്ധതികളും ഒരുക്കുമല്ല. അള്ളാഹുവിനോട് ശപഥം ചെയ്തു പിശാച്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പണി ആദ്യം പിശാച് ആദം നബിക്ക് തന്നെ കൊടുത്തു. തൽക്കാലമായിട്ടെങ്കിലും ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പിശാചിന് കഴിഞ്ഞു. നമുക്കറിയാലോ ചരിത്രം, ഞാൻ വിശദീകരിക്കുന്നില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തായി, തൗബ ചെയ്തു. അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള വാതിൽ അല്ലാഹു തആല തുറന്നു കൊടുത്തു. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. തൗബ ചെയ്തു, അല്ലാഹു തൗബ സ്വീകരിച്ചു. സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല തുറന്നു കൊടുത്തു. പക്ഷേ പിന്നെ പിശാചിന്റെ ജോലി എന്താണ്? പരമാവധി ആദമിന്റെ മക്കളെ അലൈഹിസ്സലാം ഈ സ്വർഗത്തിൽ നിന്ന് അകറ്റി നിർത്തുക, അവൻ പോകുന്ന നരകത്തിലേക്ക് കൊണ്ടുപോവുക. ഇത് മനുഷ്യോൽപത്തിയുടെ ആരംഭം മുതൽ പിശാച് ചെയ്തു തുടങ്ങിയതാണ് എന്നല്ല, മനുഷ്യന്റെ ആരംഭം മുതൽ തന്നെ ആദമിന്റെ മക്കളിലൂടെ ഇത് വിജയകരമായി പൂർത്തീകരിച്ചു വരികയാണ് പിശാച്. ആദ്യമായി കൊലപാതകം നടത്തി ഖാബീല് ഹാബീലിനെ കൊന്ന് നമുക്കറിയാം. ഖത്തല ഖാബീലു ഹാബീൽ. ആ കൊലപാതകത്തിന്റെ പിന്നിൽ ഖാബീലിനെ പ്രേരിപ്പിച്ചത് പിശാചാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരു പെണ്ണിന്റെ കാര്യത്തിൽ ഹാബീലിനെ കിട്ടിപ്പോയപ്പോൾ ഹാബീലിന് ദുർമന്ത്രം ഓതി കൊടുത്തത് പിശാചാണ്. അവിടെ മുതൽ ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ചാൽ അല്ലാഹു പറയുന്നുണ്ട്, ലാ യഫ്തിനന്നകുമുൽ ശൈത്താൻ. ഓ മനുഷ്യരെ, പിശാച് നിങ്ങളെ പിഴപ്പിക്കാതിരിക്കട്ടെ. കമാ അഖറജ അബവൈകും മിനൽ ജന്ന. നിങ്ങളുടെ മാതാപിതാക്കളെ അവനാണ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ഇനി നിങ്ങളാരും സ്വർഗ്ഗത്തിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ പദ്ധതികളും പിശാചിന്റെ കയ്യിലുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കരുത്, ആ വഴിയെ നിങ്ങൾ പോകരുത്. ഇന്ന ശൈത്താന ലക്കും അദുവ. ശൈത്താൻ നിങ്ങൾക്ക് ശത്രു തന്നെയാണ്. ഫത്തഖിദൂഹു അദുവ. നിങ്ങൾ അവനെ ശത്രുവായി കാണുക തന്നെ വേണം. ഒരിക്കലും അവനെ മിത്രമായി കാണാൻ സത്യവിശ്വാസിക്ക് കഴിയില്ല. ഈ ദുനിയാവിൽ ആലോചിച്ചാൽ പ്രിയമുള്ളവരെ, വർത്തമാന കാലത്ത് എന്നെയും നിങ്ങളെയും വഴിപിഴപ്പിക്കാനുള്ള എന്തെല്ലാം പദ്ധതികളാണ് പിശാച് ഒരുക്കിയിരിക്കുന്നത്. പിശാചിന് ഒരു പ്രത്യേകതയുണ്ട്. തിന്മയെ തിന്മയുടെ രൂപത്തിൽ അവൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരില്ല, മറിച്ച് തിന്മയെ നന്മയുടെ രൂപത്തിലാണ് പിശാച് കൊണ്ടുവരിക. നമുക്ക് കാണാൻ പറ്റില്ല, പിശാചിനെയും കാണാൻ പറ്റില്ല, അവന്റെ കുതന്ത്രങ്ങളെയും കാണാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഇത് നല്ലതാണ്. എത്ര ഇടങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പിശാച് നിങ്ങളെ വഴിപിഴപ്പിക്കുന്ന വഴികളും അവന്റെ രീതികളും അവന്റെ കുതന്ത്രങ്ങളും അവന്റെ പദ്ധതികളും എല്ലാം മനുഷ്യനോട് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇവരെ നിങ്ങൾ പേടിക്കണേ, എവിടെയും നിങ്ങൾ പിശാചിനെ തൊട്ട് കാവൽ തേടണേ. എപ്പോഴും എല്ലാ ഇടങ്ങളിലും അല്ലെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, ഏത് നന്മയുടെ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചാലും നിങ്ങളുടെ കയ്യിലേക്ക് അല്ലാഹു തആല ഒരു കുഞ്ഞിനെ തന്നാൽ, നിങ്ങൾക്ക് അല്ലാഹു തആല ഒരു പൊന്നുമോനെ അല്ലെങ്കിൽ പൊന്നുമോളെ സമ്മാനിച്ചാൽ, അവന്റെ കയ്യിൽ കൈയെടുത്ത് വെച്ചിട്ട് നീ ആദ്യമായി പറയേണ്ടത് ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം.
മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ അവരെ അല്ലാഹു തആല കൊടുത്തപ്പോൾ അവരുടെ പ്രിയപ്പെട്ട ഉമ്മ ഓതിയ ദുആയാണ് ഇന്നി ഉഈദുഹാ ബിക വദുരിയതാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ എന്റെ പൊന്നുമോൾ മറിയമിനെയും മറിയമിന്റെ സന്താന പരമ്പരകളെയും പിശാചിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്, പിശാചിൽ നിന്ന് നീ സുരക്ഷിതയാക്കണേ അല്ലാഹ്. ആ ദുആഇന്റെ ഫലമാണ് മറിയം റളിയല്ലാഹു അൻഹയിലെ പിശാചിന്റെ ഒരു ദുർബോധനങ്ങളും ഏൽക്കാത്തത്. ഇത് ഖുർആൻ പഠിപ്പിച്ചിട്ട് നമ്മൾ പറയുന്നു, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ആ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് പറയേണ്ടത് ഇതാണ്. എന്തുകൊണ്ട്? മനുഷ്യനെ പിഴപ്പിക്കുന്ന ഏറ്റവും വലിയ വില്ലൻ പിശാചാണ്. നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ അത് മാറി നിൽക്കട്ടെ എന്ന് മാത്രമല്ല, ഭാര്യയുമായി നിങ്ങൾ ശയിക്കുമ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവിടെയും പറയണം അല്ലാഹുമ്മ ജന്നിബിനി വജന്നിബി ശൈത്താന മാ റസഖ്തനി. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ തരാനിരിക്കുന്ന കുഞ്ഞിൽ നിന്നും പിശാചിനെ നീ മാറ്റി നിർത്തണേ അല്ലാഹ്. ഇങ്ങനെ ദുആ ചെയ്യേണ്ടത് വലിയൊരു സംഗതിയാണ് പിശാച്. കാരണം എന്തുകൊണ്ട്? നമ്മൾ അറിയാത്ത വിധത്തിലൂടെ പിശാച് നമ്മിലേക്ക് കടന്നു വരും. നന്മയുടെ രൂപത്തിൽ പിശാച് നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കും. നല്ല വഴിയെ എന്ന് കാണിച്ചിട്ട് മോശമായ വഴിയിലേക്ക് അവൻ കൊണ്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ ഹജ്ജിന്റെ പശ്ചാത്തലത്തില്, ഈ പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ അയ്യാമു തശ്രീഖിന്റെ പശ്ചാത്തലത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അതിലപ്പുറം നമ്മൾ സൂക്ഷിക്കേണ്ടത് പിശാചിനെയാണ്. അങ്ങകലെ ഹാജിമാര് ജിബ്രകളില് ആ പിശാചിന്റെ പ്രതീകാത്മകമായ സ്തൂപങ്ങളിലേക്ക് എറിയുമ്പോൾ ഓരോ വിശ്വാസിയും അവന്റെ ഓരോ സെക്കൻഡിലും ഈ പിശാചിനെ കല്ലെടുത്തെറിഞ്ഞുകൊണ്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ മുമ്പിൽ സ്വർഗത്തിന്റെ വാതിലുകൾ അടച്ചു കളയും. അവൻ നിങ്ങളുടെ മുമ്പില് നരകത്തിന്റെ വാതിലുകൾ തുറന്നു കളയും. അത് അല്ലാഹുവിനോട് ശപഥം ചെയ്തതാണ്. അല്ലാഹുവേ നിന്നിലേക്ക് വരുന്ന എല്ലാ സന്മാർഗത്തിലും ഞാൻ കുത്തിയിരിക്കും. വിചാരിക്കും നിസ്കരിച്ചാൽ അവൻ ശൈത്താനെ നമ്മൾ തോൽപ്പിക്കുമെന്ന്. ഇല്ല ഇല്ല, നിസ്കാരക്കാരോട് അവന് കൂടുതൽ ഇഷ്ടമാണ്. പണ്ഡിതനായ പിശാചിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും. ഇല്ല ഇല്ല, പണ്ഡിതന്മാരോട് അവന് വലിയ താല്പര്യമാണ്. ലോകത്ത് ഉന്നതമായ അവസ്ഥകളിൽ എത്തിയ എത്രയോ മഹാരഥന്മാരെ ഈ പിശാച് പിഴപ്പിച്ചിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു. ഏഴാൻ ആകാശത്തപ്പുറമുള്ള ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിക്കൊണ്ട് തന്റെ ശിഷ്യഗണങ്ങൾക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തൊരു മഹാമനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ അവസാനം ഖുർആൻ പറയുന്നത് ഒരു നായയെ പോലെ ആയിപ്പോയി. എന്തുകൊണ്ട്? പിശാചിന്റെ വഴി തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, പിശാചിന്റെ വഴിയെ പോയത് കൊണ്ടാണ്. എത്രയോ സംഭവങ്ങളുണ്ട്. വലിയ വിവരമുള്ളവനാണ് പിശാച്. അതുകൊണ്ട് വലിയ വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവന്റെ വഴിയെ പോയാൽ നാശമാണ്. മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സംഭവം നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജോലി ഏൽപ്പിച്ചു. തങ്ങളുടെ അടുക്കൽ വന്ന കുറെ സക്കാത്തിന്റെ സമ്പത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാ. എന്നിട്ട് പറഞ്ഞു, രാത്രിയാകുമ്പോൾ പല മോഷ്ടാക്കളും വന്നേക്കാം. അബൂ ഹുറൈറ നിങ്ങൾ ഉണർന്നിരിക്കണം, ഇതിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഇത് ബൈത്തുൽ മാലാണ്, ഇത് സക്കാത്തിന്റെ സമ്പത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉറങ്ങാതെ സെക്യൂരിറ്റി ആയിട്ട് ഇരുന്നു. പക്ഷേ കുറെ പാതിരാത്രി ആയപ്പോൾ ഒരു കള്ളൻ ഈ സമ്പത്തിന്റെ വന്നിട്ട് ഒരു ചാക്കുമായി കൊണ്ടുവന്നിട്ട് ഈ സക്കാത്തിന്റെ മുതൽ കുറെ ചാക്കിൽ വാരിക്കിട്ടുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല ചെന്ന് പിടിച്ചു. ഞാൻ ഇപ്പൊ നിന്നെ നബിതങ്ങളുടെ അടുക്കലേക്ക് സുബഹിയാകുമ്പോൾ ഞാൻ നിന്നെ നബിതങ്ങളുടെ അടുക്കൽ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോ വന്നവൻ പറഞ്ഞു, അബൂ ഹുറൈറ എന്റെ വീട്ടിൽ മക്കളൊക്കെ വല്ലാത്ത പട്ടിണിയാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. എനിക്കല്ലാതെ സമ്പന്നനാകാൻ വേണ്ടി ചെയ്ത പരിപാടിയൊന്നുമല്ല. എന്റെ മക്കളുടെ പട്ടിണി കണ്ടപ്പോൾ, അവരുടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ചെയ്തു പോയതാണ്. ഇന്നത്തേക്ക് എന്നെ വെറുതെ വിടണമെന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല മനസ്സങ്ങ് അലിഞ്ഞുപോയി, വെറുതെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ നബികളോട് കാര്യം പറയണമല്ലോ. തങ്ങളോട് ചെന്ന് പറഞ്ഞു, നബിയെ ഇന്നലെ പാതിരാത്രി ഞാൻ ഉണർന്നിരുന്നതാണ്, പക്ഷെ ഒരു കള്ളം വന്ന് കുറെ സമ്പത്ത് ചാക്കിൽ കെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ ഞാൻ ചെന്നവനെ പിടിച്ചു. അപ്പോൾ അവന്റെ കുടുംബത്തിന്റെ കുറെ ദുഃഖങ്ങളും വേദനകളും മക്കളുടെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവനോട് കരുണ തോന്നി, ഞാൻ അവനെ വെറുതെ വിട്ടു നബി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ ഇന്നും വരും എന്ന് പറഞ്ഞു, ഇന്നും വരുമെന്ന് പറഞ്ഞു. അന്ന് പിറ്റേന്ന് രാത്രിയും ഇവൻ വന്നു, കുറെ ഇതുപോലെ വാരിക്കെട്ടി
അബൂ ഹുറൈറ റളിയല്ലാഹു തആല പിടിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ വലിയ വേദനയും കഷ്ടപ്പാടും ദുഃഖമൊക്കെ ഇവൻ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സ് വീണ്ടും കരുണാദ്രമായി, ആർദ്രതമായ മനസ്സ് വീണ്ടും അവനെ പിടിച്ച് നബി തങ്ങളെ കൊണ്ടു ചെല്ലാൻ അനുവദിച്ചില്ല. അന്നും വിട്ടു. രണ്ടാമത്തെ ദിവസവും നബി തങ്ങളോട് വിവരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അവൻ ഇനിയും വരും, മൂന്നാമത്തെ ദിവസവും വരും. മൂന്നാമത്തെ ദിവസവും വന്നു. ഇതുപോലെ ചുരുക്കത്തിൽ എല്ലാം കൂടെ സമ്പത്തെല്ലാം കൂടെ ചാക്കിൽ വാരിക്കെട്ടിയപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ വിടത്തില്ല, ഇന്ന് ഞാൻ നിന്നെ നബി തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുമെന്ന്. അയാളുടെ ദേഷ്യത്തിൽ പറഞ്ഞു. അപ്പോഴും ഇവരൊക്കെ പട്ടിണിയും മക്കളെ ദാരിദ്ര്യം ഒക്കെ പറഞ്ഞു. അതൊന്നും അബൂ ഹുറൈറ റളിയല്ലാഹു തആല ചെവിക്കൊണ്ടില്ല. അവസാനം രക്ഷപ്പെടാൻ പറ്റാതെ വന്നപ്പോൾ അവൻ പറഞ്ഞു, അബൂ ഹുറൈറ, ഇനി ഞാൻ ഒരിക്കലും നിന്റെ അടുക്കലേക്ക് വരില്ല എന്നല്ല, ഇനി ഞാൻ നിന്റെ അടുക്കലേക്ക് വന്നാൽ ഈ സമ്പത്ത് മോഷ്ടിക്കാൻ കഴിയില്ല, ഒരാൾക്കും നിന്റെ സമ്പത്ത് മോഷ്ടിക്കാൻ കഴിയില്ല, ഒരാളെ കൊണ്ടും ഈ ഉണർന്നിരിക്കുന്ന നിനക്ക് ഒരു ഉപദ്രവം ഉണ്ടായില്ല, അതിന് പറ്റിയൊരു സംഗതി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. അപ്പൊ എന്താണ് അത്രയും വലിയ കാര്യം? ആരുടെയും ശർവം വരാതെ ഒരു മോഷ്ടാവും ഒന്നും എടുക്കാതിരിക്കാനുള്ള പരിപാടി എന്താണ്? അവൻ പറഞ്ഞു, എല്ലാ ദിവസവും രാത്രി ഇതുപോലെ നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴായാലും ഒരു ആയത്തുൽ കുർസി അങ്ങ് ഓതണം. പരിശുദ്ധമായ ഖുർആനിലെ സയ്യിദു ആയാത്തുൽ ഖുർആൻ, ഖുർആനിന്റെ ആയത്തുകളുടെ നേതാവായ ആയത്തുൽ കുർസി ഓതിയാൽ എനിക്കാകട്ടെ മറ്റൊരാൾക്കാകട്ടെ നിന്റെ സമ്പത്തിനെ തൊടാൻ കഴിയില്ല, നിന്നെ ഒരു തരത്തിൽ ഉപദ്രവിക്കാൻ കഴിയില്ല. അപ്പൊ ഇത്രയും വലിയ അറിവ് പറഞ്ഞു തന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ചിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അന്നങ്ങ് വിട്ടു. മൂന്നാമത്തെ ദിവസമാണിത്. സുബഹിയായപ്പോൾ ഇലാ ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഇന്നും അവൻ വന്ന നബിയേ, അവൻ ഇതുപോലെ പൈസയും സമ്പത്തെല്ലാം ചാക്കിൽ വാരിക്കെട്ടത് ഞാൻ പിടികൂടി നബിയേ. പക്ഷെ അവൻ എനിക്ക് വലിയൊരു അറിവ് പറഞ്ഞു തരുന്ന നബിയേ. പക്ഷെ ആ അറിവ് കേട്ടപ്പോൾ, ആ വലിയൊരു ഇൽമു കേട്ടപ്പോൾ അവനെ എനിക്ക് വെറുതെ വിടാൻ തോന്നി നബിയേ. അതുകൊണ്ട് ഇന്ന് ഞാൻ അവനെ വെറുതെ വിട്ടിട്ടുണ്ട്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ ഇന്നഹു കാദിബ്, അവനാണ് പച്ചക്കള്ളമാണ്, കള്ളനാണ്, പെരുങ്കള്ളനാണ്. പക്ഷേ ഫഹുവ സാദിഖുൻ, അവൻ ഈ പറഞ്ഞ വാക്ക് സത്യമാണ്. അബൂ ഹുറൈറ അവൻ ആളായിരുന്നു? ശൈത്താനായിരുന്നു. അവനാണ് പെരുങ്കള്ളനാണെങ്കിലും ഇത് പറഞ്ഞ കാര്യം സത്യമാണ്. ആയത്തുൽ കുർസിയുടെ വിവരം നിനക്ക് തന്നത് നല്ല കാര്യമാണ്, സത്യമാണ്, അതിൽ കളവില്ല. മുഹമ്മദ് റസൂലുള്ളാഹ്. ഇങ്ങനെ നല്ലവന്റെ രൂപത്തിലും വലിയ പണ്ഡിതന്റെ രൂപത്തിലും പല രൂപത്തിലും ഒക്കെ പിശാചങ്ങളിലേക്ക് കടന്നു വരും. ചുരുക്കട്ടെ പ്രിയമുള്ളവരെ, ഏറ്റവും പിശാചിന് ഇഷ്ടം നമ്മളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാനാണ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് തൗഹീദാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്തത് ശിർക്കാണ്. ആ ശിർക്കിന്റെ വഴിയെ മനുഷ്യനെ കൊണ്ടുപോകുവാൻ പിശാച് കിണഞ്ഞ് പരിശ്രമിക്കും. അതുകൊണ്ടാണ് മനുഷ്യരിൽ നിസ്കാരമുള്ളവരിലും ഇബാദത്തുകളിലുള്ളവരിലും പല നിലയിലും ചെറിയ ചെറിയ രൂപത്തിൽ ശിർക്ക് കടന്നു വരുന്നത്. അവരറിയാതെ ചെയ്തു പോകുന്നവരാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാരണം നിസ്കരിച്ചില്ലെങ്കിലും സ്വർഗം കിട്ടാം, നോമ്പെടുത്തില്ലെങ്കിലും സ്വർഗം കിട്ടാം, അള്ളാഹു ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുത്താൽ. എന്നാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു പൊറുക്കാത്ത ഒരൊറ്റ തെറ്റ് അത് ശിർക്കാണ്, ഭൗതിക വിശ്വാസമാണ്. ആ ശിർക്കിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാൻ പിശാച് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ പരിശ്രമങ്ങളും നടത്തും. അതുകൊണ്ട് ശിർക്കിന്റെ ചെറിയൊരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് പല രൂപത്തിലാകട്ടെ. നമ്മുടെ മതേതര രാജ്യത്ത് നമ്മൾ അറിയാമല്ലോ, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഈ ഒരാഴ്ചയിലുണ്ടായി. ഒരു സത്യവിശ്വാസിക്ക് നമ്മളുടെ മുൻഗാമികൾ പറഞ്ഞു വെച്ചതാണ്, പുതിയൊരു കാര്യമല്ല. അത്തരത്തിലുള്ള ബഹുദൈവ വിശ്വാസത്തിന്റെ ചിന്തകളും അംശങ്ങളും വരുന്ന കവിതകളോ അത്തരത്തിലുള്ളതൊന്നും ചൊല്ലാൻ പാടില്ല. ഇനി അത് ചൊല്ലിയാലേ ഇന്ത്യയിൽ മതേതരവാദിയാവൂ എന്ന് ഇന്ത്യയിലെ ഒരു ഭരണാധികാരികളും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അതിനെ നമുക്ക് ബഹുമാനിക്കാം, അതിനെ പാടുന്നവർക്ക് പാടാം, അത് ആലപിക്കുന്നവർക്ക് ആലപിക്കാം. പക്ഷേ അതിനെ ആക്ഷേപിക്കേണ്ടതില്ല. എന്നാൽ ഒരു മുസ്ലിമിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് അവർ ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. ഇത് മാത്രമല്ല, ഏത് കാര്യമായാലും നമ്മളുടെ തൗഹീദിന് വിരുദ്ധമായി വരുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതില്ല. അങ്ങനെ ഒരു ഇന്ത്യൻ പൗരനായി ജീവിക്കുവാൻ നമ്മളുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു മുസ്ലിമായി ജീവിക്കുവാൻ ഒരു മുസ്ലിമിന്റെ ഈമാനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു മതേതരവാദി ആവേണ്ട ആവശ്യവുമില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.